നരസിംഹാവതാരം കഴിഞ്ഞാൽ അടുത്ത അവതാരം വാമനാവതാരം. നമ്മൾ മലയാളികളോട് കഥ എഴുതാക്കിയിട്ടുണ്ട്. പരശുരാമൻ പണ്ട് മഹാബലി കേരളം ഭരിച്ചു, വാമൻ ഇവിടെ നമ്മൾ കാണിച്ചതൊക്കെ. മഹാബലി കേരളം കണ്ടിട്ടില്ല, കേരളത്തിൽ വന്നിട്ടില്ല. മഹാബലിയെ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന നമ്മാളി ഭരിച്ചിരുന്ന രാജവംശമാണ്. നമ്മുടെ പ്രിയങ്കരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നർമ്മദ തീരത്ത് വല്ലഭായ് പട്ടേലിൽ ഒരു 600 അടി പൊക്കമുള്ളൊരു സ്റ്റാച്യു ഉള്ളിൽ പെട്ടറുണ്ടാക്കി. 32 മുറിയും 3 ഹോട്ടലുകളാണ്. ആ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യുവിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോകുമ്പോഴാണ് മഹാബലിയുടെ യാഗഭൂമി. ഞാൻ യാഗഭൂമിയിൽ പോയിട്ടുണ്ട്. മഹാബലി യാഗം നടത്തിയ ഭൂമി. അവിടെ യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ വാമന അവതാരമായി വന്നു. 16,000 വർഷത്തിന് മനുഷ്യൻ 4 പൊക്കമുണ്ടായിരുന്ന കാലത്തെ ആ ഫോമിലാണ് വാമനന്റെ വരവ്. വാമനൻ വന്ന് 3 അടി മണി ചോദിച്ചു. മഹാബലി നല്ല മനുഷ്യനാണ്. നിന്റെ ചെറിയ കാലുകളായി ഇത് കളന്നാൽ കുറച്ച് പോകുന്നു, എൻ്റെ കാലിൽ ഞാൻ തരാം, വേണ്ട. ഞാൻ വാമനൻ 3 ചൂട് വെച്ച് മഹാബലി തോപ്പിച്ചു എന്നാണ് കഥ. കഥ ശുദ്ധ വിവരക്കേടാണ്. പരന്ന കാല് കൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റില്ല. ഇനി ഭൂമി അളക്കണമെങ്കിൽ വാമനം നിൽക്കുന്ന ഭൂമി കൊണ്ട് അളക്കണ്ടേ? അതങ്ങനെ അളക്കണം അദ്ദേഹം. പിന്നെ ആകാശം അളക്കാൻ പറ്റില്ല. ഭൂമിയുടെ ചുറ്റി 300 ഡിഗ്രിയുടെ ആകാശം. അവിടെ ചവിട്ടാൻ സ്ഥലമുണ്ട്, സൂര്യാകാശം അവിടെ ചവിട്ടാൻ പറ്റുമോ? അപ്പൊ കഥ പോലീസാണ്. പക്ഷെ കഥ നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം എന്താണെന്നറിയാമോ? നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ എനിമി. ശത്രുവിനെ വീട്ടിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ശുക്രാചാര്യം പറഞ്ഞു മഹാബലിയെടുത്ത്, ഇവൻ ചെറുതായിട്ട് കാണുന്ന അവിടെ വരെ തോന്നുന്നു, വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞു. മഹാബലി കൊച്ചു പോയിരുന്നു, അവൻ എന്ത് ചെയ്യാൻ? അപ്പോൾ നമ്മളൊരു ശത്രുവിനെ നേരിടുമ്പോൾ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ എനിമി. എപ്പോഴും എനിമി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു നമുക്ക് അപകടമാണ്. അതിൽ നിന്നാണ് മലയാളത്തിൽ ഒരു പഴമൊഴി ഉണ്ടായത്, ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. നിങ്ങളെ പറഞ്ഞൊന്നും വിശ്വസിക്കരുത്, അപകടമാണ്. തമിഴന്മാർ അതിലും ഭംഗിയായിട്ട് പഴമൊഴി പറയുന്നത്, കള്ളനെ നമ്പിയാൽ ഉള്ളനെന്നത്. കള്ള മലപ്പുഴ വഴി ഉള്ളൻ എപ്പോഴും പച്ചല്ലെന്ന്, കള്ളനെന്നതിൽ ഉള്ളനെന്നത്. ഇനി മഹാബലിയുടെ കഥയിൽ നിന്നും വാമനന്റെ കഥയിൽ നിന്നായിട്ടുള്ളതാണ്. അങ്ങനെ മഹാബലിയെ പരാജയപ്പെട്ടത്. പുരാണത്തിൽ പറയാത്തൊരു കഥയാണ് നമ്മൾ പറയുന്ന കഥ. പുരാണത്തിൽ 2 തരത്തിലാണ് പറയുന്നത്. മഹാബലിയെ പരാജയപ്പെടുത്ത ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി നീ നല്ലൊരു രാജാവാണ്, പക്ഷെ നിനക്കൊരു അഹങ്കാരം ശമിപ്പിക്കാൻ ഞാൻ വന്ന. നിനക്ക് ഞാൻ തിരിച്ച് നീ 36 കൊല്ലം 3 പേരൊക്കെ മേടിക്കാൻ. 36 വർഷം മഹാബലി രാജ്യത്ത് ഭരിച്ച ശേഷം 7 പേരാണ് ചിരഞ്ജീവികൾ, മരണമില്ലാത്തവർ. അശ്വത്ഥാമ, ബലി, വ്യാസോ, ഹനുമന്തോ, വിഭീഷണൻ തുടങ്ങി 7 പേർ. അത് 2ാമത്തെ മഹാബലി ചിരഞ്ജീവിയെ. അതിനുശേഷം മഹാബലി സുതലത്തിൽ പോയി താമസിച്ചു. അതെല്ലാം ഇതെല്ലാം സുതലം. സുതലം എന്ന് പറഞ്ഞാൽ ഏത് മതം പറയുന്ന സ്വകാര്യതയുടെ ബന്ധസ്ഥാനാണ്. അവിടെ മഹാവിഷ്ണു മഹാബലി കാവൽ നിൽക്കുന്നു. ഇതാണ് പുരാണത്തിൽ ഒരു കഥ. 2ാമത്തെ കഥ എന്താണ്? മഹാബലി പരാജയപ്പെട്ട ശേഷം മഹാബലിയോട് പറഞ്ഞു, എൻ്റെ ജീവിതം പൂർണ്ണമായി, നിന്നെ ഞാൻ സുതലത്തിലേക്ക് വിടാം, ഞാൻ നിന്നെ കാവലിക്കാം. അങ്ങനെ മഹാബലി സുതലത്തിൽ പോയി വിഷ്ണു ഭഗവാൻ കാവൽ വയ്ക്കണം. ഇതാണ് 2 കഥ. പക്ഷെ മലയാളി എന്തെന്നറിയാമോ? ഒരു പുരാണത്തിൽ അത് എത്തിച്ചു കൊടുത്തു. 2 ചൂട് വെച്ചപ്പോൾ ആക്കാൻ സാധ്യതയായി. അപ്പോൾ മഹാബലി തല കാണിച്ചു കൊടുത്തു, ചവിട്ടി അങ്ങ് പാടാത്താൻ. ഈ മലയാളിക്കുണ്ടല്ലോ വല്ലവൻ ചവിട്ടുക, തൊഴിക്കുക, വലിയ ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ തല കാണിച്ചു കൊടുത്ത് തൊഴിച്ച് പാടാത്താക്കുന്ന കഥ മലയാളിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ്. അങ്ങനെ ഓണത്തിൻ്റെ കഥയിൽ ഒരു പുരാണത്തിലുള്ളത് കള്ളക്കഥ മലയാളി എഴുതിണ്ടാക്കി. അത് ഒരു സത്യവും നിശ്ചയം തിരിച്ചറിയുമ്പോഴാണ് ഈ കള്ള എവിടെയാണ് സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ ഈ കഥയിൽ എന്താണ്? അഹങ്കാരം മനുഷ്യനാവത്താണ്. മഹാബലിക്കുന്ന കുഴപ്പം, മഹാബലി ഭയങ്കര എന്നെ കവിളി രാജമൊന്നുമില്ല, എന്നെ കവിളി ഡാൻസ് ചെയ്യുന്നില്ല. ആ അഹങ്കാരമാണ് മഹാബലി വീഴ്ചത്. പ്രൈഡ് ഗോസ് ഫോർ എ ഫോൾ. അഹങ്കരിച്ചാൽ അടപ്പതിക്കും. മഹാബലിക്ക് വെച്ച് നമുക്ക് പറ്റരുത്. അതുകൊണ്ടാണ് അഹങ്കാരം ആപത്താണ്. ഞാൻ അണ്ടർഎസ്റ്റിമേറ്റ് എനിമി നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ മഹാബലി വാമനൻ മഹാബലി തോപ്പിച്ച ശേഷം മഹാബലി തിരിച്ച് പറഞ്ഞു, ഞാൻ ആണ്ടിലൊരിക്കൽ എൻ്റെ നാട്ടിലുള്ള സമയം അങ്ങനെ സമ്മതിച്ചു എന്നാണ് നമ്മൾ ഓണത്തിൻ്റെ കഥ പറയുന്നത്. പുരാണത്തിലെ കഥ കേട്ടോ, നമ്മൾ ഓണത്തിൻ്റെ കഥ ഒന്നാക്കി വെച്ച കഥയാണ്. അപ്പം ഇങ്ങനെ മഹാബലിയെ വാമനൻ പരാജയപ്പെട്ടു. അപ്പം പലരുടെയായിരിക്കും ഒരുപാടൊരു ചതി എന്നെ ഇവിടെ കാണിച്ചത്. ആ കഥയുടെ മറുവശം ചതി എന്നെ കാണിച്ചല്ലോ. ചതിയല്ല, കാരണം മഹാബലി ചോദിച്ചത് വാമനൻ കൊടുത്തു. മഹാബലിക്ക് എന്തെങ്കിലും നാശം ഉണ്ടാക്കി ഒന്നുമില്ല. മഹാബലി സുതലം കൊടുത്തു. അവിടെ വാമനൻ തന്നെ പോയി കാവൽ നിൽക്കുന്നു. അപ്പോൾ പ്രൊമോഷനിലേക്ക് ചതിച്ചോ? ഇല്ല. സുന്ദരമായ അടുത്ത ജീവിതവും ഈഹലോകത്തിൽ അദ്ദേഹം ചോദിച്ചതും കൊടുത്തു വാമനൻ. കഴിയില്ല. ഈ പമ്മൻ എൻമിറ്റി ഉണ്ടോ? ഇല്ല.
മഹാബലിയുടെ മകൻ ബാണൻ, ബാണന്റെ മകൻ ഉഷ. രണ്ടവതാരങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി വന്നു. ശ്രീകൃഷ്ണന്റെ മകൻ്റെ മകൻ അനിരുദ്ധൻ ഒരു ഉഷയെ പ്രേമിച്ചു. അവസാനം കല്യാണം നടത്തി. 2 തലമുറകൾ കഴിഞ്ഞപ്പോൾ മഹാബലി വാമനനും മച്ചാനായി ബന്ധുക്കളായി മാറി. പെർമനന്റ് ശത്രുവാണെന്ന് വെച്ചാൽ പുരാണം വായിക്കും ഇപ്പോൾ ശ്രദ്ധിച്ചോളാം. ആ ഇൻസിഡന്റ് പിന്നെ സംബന്ധിച്ച് നോക്കണം. രുക്മിണി സ്വയംവരം യജ്ഞാചാര്യം പറഞ്ഞു തരും. രുക്മിണിയെ കെട്ടാൻ പോയപ്പം സഹോദരൻ രുക്മി ഭഗവാനാക്കി രുക്മിണി അടിച്ച് താഴെയായിട്ട് കെട്ടിയിട്ട് രുക്മിണിയെ കൊണ്ടുവന്ന് സ്വയംവരം നടക്കും. അതിനുശേഷം ഭഗവാൻ ചെയ്യുന്നത് ഭഗവാൻ രുക്മിയെ രാജാവാക്കാൻ വേണ്ടി ഭഗവാൻ രുക്മിക്ക് യുദ്ധം ചെയ്തു. രുക്മിയെ രാജാവാക്കി. എന്നിട്ട് ഭഗവാൻ രുക്മിണിയിലുണ്ടായ മകനെ കൊണ്ട് രുക്മിയുടെ മകളെ കല്യാണം കഴിച്ചു. അപ്പോൾ നായന്മാർ അമ്മാവിൻ്റെ മകളെ കണ്ടതല്ലേ? ആ പ്രോസസ്സിൽ രുക്മിണിക്കുണ്ടായ മകനെ കൊണ്ട് അടിച്ചാൽ താഴെയിട്ട് രുക്മിണി ഉണ്ടല്ലോ, ആ രുക്മിയുടെ മകളെ കല്യാണം കഴിച്ചു. അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു. ആ രുക്മിക്ക് വേണ്ടി ഭഗവാൻ യുദ്ധം ചെയ്തു, അയാൾ രാജാവാക്കി. അപ്പോൾ ആ രണ്ടാമത്തെ കഥ അറിയാതെ അടിച്ചായിട്ട് കൊണ്ടുവന്ന് മനസ്സിലാക്കി കൊല്ലാൻ പറ്റുമോ? കൊടുങ്ങല്ലൂർ ഞാനൊരു ഭാവസത്വം പ്രശ്നം കഴിഞ്ഞു. യജ്ഞാചാര്യൻ്റെ പ്രശ്നം കഴിയുന്ന പെണ്ണിന്ന് പയ്യന് യജ്ഞാചാര്യ ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി. എനിക്കൊരു പെണ്ണിനെ പ്രേമമാണ്. അവളുടെ ആങ്ങളെ അടിച്ചിട്ട് കൊണ്ടുവരല്ലേ കൊലപടി നിൽക്കുന്ന കാമുകൻ ആങ്ങളെ അടിച്ചിട്ട് പെണ്ണിനെ അടിച്ചോണ്ടാണെന്ന് അവരുടെ സംസാരിക്കുന്നത്. അവസ്ഥാൻ എല്ലാവരും ഒരുപോലെ കേൾക്കുന്നത്, വളരെ പഠിക്കുന്ന വരെ കേൾക്കുന്നത്. അപ്പം ഇതിൽ പയ്യൻ കേട്ടില്ല. അതാണ് ഈ പ്രശ്നം. അപ്പോൾ വാമനനും മഹാബലിയും 2 തലമുറ കഴിഞ്ഞപ്പോൾ ബന്ധുക്കളായി മാറി. മഹാബലി പരാജയപ്പെടുത്തിയില്ല. മഹാബലി ചോദിച്ച വാമനൻ കൊടുത്തു. മഹാബലിക്ക് സ്വർഗലോകത്തെ നമ്മൾ സുഖത്തിൽ താമസിക്കുന്നു. വാമനൻ കാവലില്ല, വിഷ്ണുഭോഗം കാവലില്ല. ഇവിടെയാണ് സംഭവം. വാമന അവതാരം കഴിഞ്ഞാൽ അടുത്ത അവതാരം മത്സരം 100 hours ചെയ്യാം. BC 16,000 BC 100 hours ചെയ്യാം. മത്സരമെങ്കിലും മഴുവിന് നടക്കണം. മഴുവിനുള്ള വേട്ട കൊല്ല എന്നത് ചെയ്യാവുന്ന മഴുവാണ്. അവിടെ ശക്തമായ ഗ്രഹം നാട് ദുഷ്ടമായ മന്ദനം ജയിക്കാം. ആ സമയത്ത് വളരെ സിദ്ധാർത്ഥമായി മലയാളി ഉണ്ടാക്കിയ മറ്റൊരു കഥക്കാരൻ, ഒരു പുരാണത്തിലില്ലാത്തൊരു കഥ. പരശുരാമൻ ഗോകർണത്തിൽ നിന്ന് മഴ കൊടുത്തൊരു പേര് വെച്ചുകൊണ്ട് മഴ വന്നിട്ട് ഗോകർണത്തിൽ കന്യാകുമാരി പോയി വീണു. അവിടെ നമ്മുടെ കടലിഞ്ഞ് മാറി കേരളം പുറത്തേക്ക് വന്നു. അപ്പോൾ പരശുരാമന് മുമ്പുള്ള അവതാരമാണ് വാമനാവതാരം. ആ അവതാരത്തിൽ മഹാബലി കേരളം വരച്ചെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് അത് കഴിഞ്ഞ അവതാരത്തിൽ മഴ വന്നപ്പോഴും കേരളമാണ്. അപ്പോൾ കള്ളം ഉണ്ടാക്കുമ്പോൾ 2 കള്ളം പോലെ ഈ അവാർഡിലാണ്. അപ്പോൾ മലയാളി പറയുന്ന കള്ളം ശരിയാണെന്ന് വെക്കുക, ശരിയാണെന്ന് വെക്കുന്നതെന്ന് അറിയേണ്ടൊരു പാഠമാണ്. ഈ മഴു ആയുധമാണ്, മനുഷ്യനെ കൊല്ലാൻ കാൽവെടുത്തില്ല. പക്ഷെ അതേ മഴു കേരളം പോലെ സുന്ദരമായ ഒരു ഭൂമി ഉണ്ടാക്കാനും കൊള്ളാം. നമ്മുടെ പിച്ചാത്തിയുണ്ട്, കറിയായിരുന്നു കറി വെക്കാം, വെജിറ്റബിൾ കറി വെക്കാം. അതേ പിച്ചാത്തി ഒരാളെ വൈകിട്ട് കയറ്റി കൊടുത്താലോ ആളുകൾക്ക് ഒരേ പേന പുസ്തകം എഴുതാൻ പരീക്ഷ ഉപയോഗിച്ചാൽ റാങ്ക് വാങ്ങിക്കാം. അതേ പേന ചോദിച്ചാൽ അമ്മയും ഭാര്യയും എല്ലാം ചീത്ത ദിവസം എഴുതിയാൽ ചിലപ്പോൾ ഒരു ആത്മഹത്യയിൽ കലാശിക്കുക. നമ്മുടെ ഈശ്വരൊന്നും നായിക ഓൾവേസ് യൂസ് ഇറ്റ് ഫോർ പോസിറ്റീവ് പർപ്പസസ്. നെഗറ്റീവ് പർപ്പസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം.